ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെയും ഇറാനെ പരിഹസിച്ച് ട്രംപ് സംസ്കാരത്തിന് എല്ലാ പേരും ഒത്തുചേരുമ്പോൾ ഒറ്റ ഷോട്ടിന് തീർക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ പരാമർശം. ഒരാഴ്ചത്തേക്ക് വെടിനിർത്തി ഇറാന് കരയാനുള്ള അവസരം ഒരുക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഖമനയുടെ സംസ്കാരത്തിന് മുമ്പുള്ള ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുകയാണ്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ട്രംപിന്റെ പരിഹാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതോടൊപ്പം തന്നെ ഖമനയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് പല പ്ലക്കാർഡുകളും ഉയരുന്നുണ്ട്. പ്രതികാരം വേണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കണ്ണീരിനെ പോലും കളിയാക്കുന്ന രീതിയിലേക്ക് ട്രംപിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. മുതല കണ്ണീരാണ്, ഫേക്ക് ടിയേഴ്സ് എന്നാണ് ട്രംപിൻ്റെ വാചകങ്ങൾ. എപ്പോഴായിരിക്കും ഖമനയുടെ സംസ്കാരം നടക്കുക? വിശദാംശം. വ്യാഴാഴ്ചയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൊതുദർശനമടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 28-നായിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിൽ ഖമനയെ അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത്. ഇതിൽ ഖമനയുടെ സംസ്കാരം നീട്ടിവെക്കുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞാണ് ഈ സംസ്കാരം നടത്താൻ തീരുമാനിച്ചത്. 4 മുതൽ, അതായത് കഴിഞ്ഞ ദിവസം മുതൽ 9 വരെയുള്ള ചടങ്ങുകൾ അങ്ങനെയാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇറാന് നേരെയും ഒപ്പം തന്നെ ഇറാൻ്റെ തിരിച്ചടിയും, അത് അമേരിക്ക ഇസ്രായേൽ സഖ്യം ആക്രമിക്കുകയും ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ കരാർ വന്നെങ്കിൽ പോലും അതിന്മേൽ ഒരു സമാധാനം നിലനിൽക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി ഈ ഏറ്റുമുട്ടലില്ല. അവിടെയാണ് ട്രംപിൻ്റെ പരിഹാസമുണ്ടായത്. ഒറ്റ ഷോട്ട് കൊണ്ട് ഈ സംസ്കാരത്തിന് എത്തുന്ന ആളുകളെ കൊലപ്പെടുത്താൻ കഴിയും എന്ന ട്രംപിൻ്റെ വലിയ പരിഹാസം. റേഡിയോ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. മാത്രമല്ല, ഇപ്പോൾ വെടിനിർത്തൽ നടത്തുകയാണ്, വെടിനിർത്തലിലേക്ക് പോകുന്നു. ഒരാഴ്ച ഇറാന് കരയാനുള്ള സമയം നൽകിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം എന്നൊരു പ്രതീതി തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഇറാനിൽ വലിയ പ്രതിഷേധമുയരുന്നത്. അവരെ സംബന്ധിച്ച് വൈകാരികമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ പരമോന്നത നേതാവ് ഒരുപക്ഷെ അങ്ങനെ കൊല്ലപ്പെടുമെന്ന് പോലും കരുതാത്ത സമയത്ത് ഖമേനി ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ, 14 മാസം പ്രായമുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹവും ഇപ്പോൾ ഖമനയുടെ ഭൗതികദേഹത്തോടൊപ്പം തന്നെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് വളരെ വൈകാരികമായ, ഏറ്റവും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. മാത്രമല്ല, ഇറാൻ ഭരണകൂടം തന്നെ കണക്കാക്കുന്നത് ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ജനങ്ങൾ അവിടെ തിക്കിത്തിരക്കിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന കണക്ക് അത് അവർ തന്നെ വിലയിരുത്തുന്നതാണ്. ജർമ്മൻ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 3000-ലധികം ആളുകളെങ്കിലും കൊല്ലപ്പെട്ടേക്കാം, അത് ഈ തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടേക്കാം എന്ന വിലയിരുത്തൽ. ആ തരത്തിലുള്ള ഒരു ആശങ്കയും ഭയവും ഒക്കെ തന്നെ ഇറാനുണ്ട്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസത്തെയൊക്കെ തിരക്ക് കണ്ടതാണ്. നേരത്തെ അവരുടെ പരമോന്നത നേതാവായിരുന്ന റൂഹുള്ള ഖമേനിയുടെ സംസ്കാര സമയം 80കളുടെ അവസാനം, 89 ആ സമയത്ത് നടന്ന സംസ്കാരത്തിൽ ഏതാണ്ട് 1 കോടിയോളം ജനങ്ങളാണ് തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. ഇറാൻ ജനത അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു പരിഹാസം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം ഗ്രാൻഡ് മുസല്ലയിൽ ഈ പൊതുദർശനം തുടരുകയാണ്. ഖൂമിലേക്ക് ഖമേനിയുടെ ഭൗതികദേഹം കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ഖൂമിലായിരുന്നു. അതിനുശേഷമാണ് മാഷ് ഹദിൽ, അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ്, അവിടെയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അവിടേക്ക് പോയിട്ടുള്ളത്. പവിത്ര മാർഗരിത ആണ് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി. അങ്ങനെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അവിടേക്ക് വരികയാണ്. അങ്ങനെ ലോകത്തെ നേതാക്കളെല്ലാം വരുമ്പോൾ നയതന്ത്രപരമായി ഒരു സമാധാനം പാലിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രകോപനപരമായ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഹരി വിനോദ്, അതോടൊപ്പം തന്നെ ഈ മുജ്തബ ഖമനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി സംസാരിക്കണമല്ലോ. മുജ്തബ പങ്കെടുക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്താബ ഇതൊരു പബ്ലിക് അപ്പിയറൻസ് നടത്താത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും എത്ര പേരുണ്ടാകുന്നുള്ള സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ 1500 മുതൽ 3000 പേരൊക്കെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ തിക്കിലും തിരക്കിലും എന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അത് ഭീതി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണത്തിന് സാധ്യതയില്ല. പക്ഷേ അപ്പോഴും ഈ പ്രകോപനപരമായ പരാമർശം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു സുരക്ഷാ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്തഫ ഖമേനി ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചടങ്ങാണ്, പക്ഷേ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം റഷ്യയിൽ തുടരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അമേരിക്ക ആകട്ടെ ഇറാനിൽ വെച്ച് തന്നെ ഖമേനിയെ കൊല്ലപ്പെടുത്താനുള്ള പല ശ്രമങ്ങൾ നടത്തി. പിന്നീട്
പിന്നീട് അമേരിക്ക തന്നെ ചില പ്രസ്താവനകൾ പുറത്തുവിട്ടിരുന്നു. പെൻറ്റഗണിൻ്റെയൊക്കെ തന്നെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. മുസ്തഫയ്ക്ക് വലിയ തോതിൽ പരിക്കേറ്റുവെന്നും അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായെന്നും കാലുകൾ രണ്ടും ഒടിഞ്ഞുവെന്നും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ അവർ തന്നെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ മുസ്തഫ ജീവനോടെ ഉണ്ട്, അദ്ദേഹത്തിന് മറ്റ് പരിക്കുകളൊന്നുമില്ല എന്ന ഒരു വിശദീകരണം നൽകുന്നത് ഒഴിച്ചാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയാണ് മുസ്തഫ ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വിശദീകരണവും വന്നിട്ടില്ല. ഔദ്യോഗികമായി അവർ വിശദീകരിക്കുന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇനി മുസ്തഫ എന്നത്, പരമോന്നത നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലാകട്ടെ ഈ നിമിഷവും എല്ലാം വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതാണ്. അടുത്ത ആഴ്ച നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിലാണ് ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംസ്കാര സമയത്ത് പോലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരുപക്ഷെ അമേരിക്ക പോലും അറിയാതെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടാകുമോ, മറ്റ് കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ പോകുമോ, ഇറാൻ്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് മുസ്തഫ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഹരി.